നമസ്കാരം. മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രഹേളികയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള, എന്നാൽ അധികമാരും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. പങ്കാളികൾക്കിടയിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വിവാഹേതരമായിട്ട് ഒരു കാമുകനോ കാമുകിയോ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ചിലപ്പോൾ അത് ഒരു ചെറിയ ആകർഷണമൊന്നും ആയിരിക്കില്ല, മറിച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തീവ്രമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. പരസ്പരം ജീവൻ്റെ ജീവനായിട്ടുള്ള നല്ല ഒരു ബോണ്ടിങ് ഉള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ സ്വന്തം പങ്കാളിയോട് പോലും അല്ലെങ്കിൽ മറ്റാരോടും തുറന്നു പറയാൻ കഴിയാത്ത പലതും ആ ബന്ധത്തിൽ ആ വ്യക്തിയോട് ഷെയർ ചെയ്യാനും അതിലൂടെ വളരെ വലിയ ഒരു മനസ്സമാധാനവും സന്തോഷവുമെല്ലാം കണ്ടെത്താനുമൊക്കെ അവർക്ക് പരസ്പരം കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ, അതായത് ആ രഹസ്യം പുറത്താവുകയും ഭർത്താവ് വേണോ കാമുകൻ വേണോ എന്നുള്ള, അല്ലെങ്കിൽ ഭാര്യ വേണോ കാമുകി വേണോ എന്നുള്ള ആ ചോദ്യം കുടുംബത്തിന് മുന്നിൽ ഉയരുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഭൂരിഭാഗം പേരും ആദ്യം ഉപേക്ഷിക്കുന്നത് അത്രയും കാലം അവർക്ക് ജീവനായിരുന്ന ആ കാമുകനെയോ അല്ലെങ്കിൽ കാമുകിയോ തന്നെയായിരിക്കും. കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നാം, എങ്കിലും ഇതാണ് നഗ്നമായിട്ടുള്ള സത്യം. എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അത്രയും കാലത്തെ ആ സ്നേഹം വ്യാജമായിരുന്നു, അതിൽ ഒരു ഉൾക്കാമ്പും ഉണ്ടായിരുന്നില്ലേ? ഇതിന് പിന്നിലെ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒരു സംഭവത്തെ പരിശോധിക്കാം. നമുക്ക് തൽക്കാലം അവളെ മല്ലിക എന്ന് വിളിക്കാം. മല്ലിക വിവാഹിതയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. കാഴ്ചയിൽ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം. എന്നാൽ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾക്കും മീറ്റിങ്ങുകൾക്കുമൊക്കെ ഇടയിൽ അവർ മറ്റൊരു പുരുഷനുമായിട്ട് അടുത്തു. അത് വെറുമൊരു ശാരീരിക ആകർഷണം മാത്രമായിരുന്നില്ല, മാനസികമായിട്ട് അവർ വലിയ അടുപ്പത്തിലായി. ജോലിയിലെ സമ്മർദ്ദങ്ങൾ, അതുപോലെ ഭർത്താവുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സ്വന്തം സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം മല്ലിക അയാളുമായിട്ട് പങ്കുവെച്ചു. അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചും. ഏകദേശം 5 വർഷത്തോളം ആ ബന്ധം വളരെ തീവ്രമായിട്ട് തന്നെ തുടർന്നു. പക്ഷേ ഒരു ദിവസം മല്ലികയുടെ ഭർത്താവ് ഈ ബന്ധത്തെ കണ്ടുപിടിച്ചു. കുടുംബത്തിൽ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടായി. നിങ്ങൾക്കറിയാലോ, കുടുംബാംഗങ്ങളൊക്കെ ഇടപെട്ടു. ഏകദേശം വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് എത്തി കാര്യങ്ങൾ. ആ സമയത്ത് മല്ലിക എന്താണ് ചെയ്തത് എന്നോ? 5 വർഷം തനിക്ക് എല്ലാമായിരുന്ന, അല്ലെങ്കിൽ ജീവൻ്റെ ജീവനായി താൻ കരുതിയിരുന്ന ആ കാമുകനെ അവർ ഒറ്റയടിക്ക് അങ്ങ് വേണ്ടാന്ന് വെച്ചു. പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തു. അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് അവർ സത്യം ചെയ്തു. ഇത് ആ കാമുകന് വളരെ വലിയ ഒരു ആഘാതമായിരുന്നു. അത്രയും കാലം തന്നെ സ്നേഹിച്ച ഒരു വ്യക്തി ഒരു നിമിഷം കൊണ്ട് തന്നെ തള്ളിപ്പറയുന്നത്, താൻ അവർക്കാരുമല്ല എന്ന് തീരുമാനിക്കുന്നത് അയാൾക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചില്ല. അയാൾ കടുത്ത ഡിപ്രഷനിലേക്ക് പതിച്ചു. എന്തുകൊണ്ടാണ് മല്ലിക അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അവർ വാസ്തവത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും സ്നേഹിച്ചിരുന്നു. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെ സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് തള്ളിപ്പറയേണ്ടി വന്നത്? ബ്ലോക്ക് ചെയ്ത് പിന്മാറേണ്ടി വന്നത്? അവിടെയാണ് നമ്മൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ചില സവിശേഷതകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രധാനമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള 3 കാരണങ്ങളാണുള്ളത്.
ഒന്ന് അതിജീവന ചോദന, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക്, അതായത് സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്ന വിധത്തിലാണ്. ഒരു വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിവാർഡ് സിസ്റ്റം മാത്രമാണ്, അതായത് സന്തോഷം തരുന്ന ഒന്ന്. പക്ഷേ സ്വന്തം കുടുംബം തകരാൻ പോകുന്നു, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലെ നാണം കെടാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കടുത്ത സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ നിറയും. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ തലച്ചോറിലെ ചിന്തിക്കുന്ന ഭാഗമായിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അതിജീവനത്തിനായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കും. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് സുരക്ഷയാണ്, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അടിത്തറയാണത്. അതുകൊണ്ട് തന്നെ തലച്ചോറ് ആ സന്തോഷത്തെ ഉപേക്ഷിച്ചിട്ട് സുരക്ഷയെ തിരഞ്ഞെടുക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. മനുഷ്യൻ്റെ മനസ്സിന് കാര്യങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള അറകളിലാക്കി സൂക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. മല്ലിക അയാളുടെ കുടുംബത്തെ ഒരറയിലും കാമുകനെ മറ്റൊരറയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാത്ത കാലത്തോളം ഒരു കുഴപ്പവുമില്ല. പക്ഷേ എപ്പോഴാണോ ആ അറകളുടെ മതിൽ തകർന്നു പോകുന്നത്, അപ്പോൾ വളരെ വലിയ ഒരു വൈജ്ഞാനിക വിയോജിപ്പ് അഥവാ കോഗ്നിറ്റീവ് ഡിസോണൻസ് അവിടെ സംഭവിക്കും. താൻ സ്വയം നല്ലവളാണ് എന്നുള്ള സ്വന്തം ഇമേജ് ഇവിടെ തകർന്നു പോവുകയാണ്. അത് സമൂഹത്തിന് മുന്നിലായാലും ശരി, കുടുംബത്തിന് മുന്നിലായാലും ശരി, താൻ നീതിമതിയാണ് അല്ലെങ്കിൽ തെറ്റ് തിരുത്തിയവളാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് കാമുകനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് പോയാൽ, വിവാഹമെന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് പോലെയാണ്. അവിടെ കറണ്ട് ബില്ലടയ്ക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ ചിലപ്പോൾ വഴക്കുകളുണ്ടാകും. പക്ഷേ കാമുകൻ അഥവാ കാമുകി എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ ഹോം പോലെയാണ്. മനസ്സിലായോ? അതായത് അവിടെ നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ല, സ്നേഹവും റൊമാൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ധം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് തോന്നും. പക്ഷേ സ്വന്തം വീടിന് തീപിടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? തീർച്ചയായിട്ടും ആ വെക്കേഷൻ ഹോം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലെ തീ കെടുത്താൻ ഓടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവം. ഇനി ഞാൻ സംസാരിക്കുന്നത് ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആ മൂന്നാമത്തെ വ്യക്തികളോടാണ്. നിങ്ങൾ അവരുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള നല്ല ഒരു സുഹൃത്തായിരുന്നിരിക്കാം. ഒരു പങ്കാളിയെപ്പോലെ അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വ്യക്തിയും നിങ്ങളായിരുന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം മുൻകൂട്ടി മനസ്സിലാക്കണം. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടേക്കാം. ഈ യാഥാർത്ഥ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ വിധത്തിലുള്ള ബന്ധങ്ങളിൽ നിലനിൽക്കാൻ. ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടന്നുകൊണ്ടോ ഒന്നും സമയം കളയാതിരിക്കുക. അവർ നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടല്ല ഉപേക്ഷിച്ചത്, മറിച്ച് അവരുടെ സുരക്ഷ അവർക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. സ്വന്തം ആത്മാഭിമാനത്തെ ഓർത്ത് തല ഉയർത്തിപ്പിടിച്ച് മാറി നിൽക്കാൻ തന്നെ അവിടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു പിൻവാങ്ങലൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ വേദനാജനകം തന്നെയാണ്. ഇത്തരം ഒറ്റപ്പെടലുകൾ വലിയ മാനസിക ആഘാതങ്ങളെ തന്നെയാണ് പലരിലും സൃഷ്ടിക്കുന്നത്. എനിക്ക് എന്തു കുറവുണ്ടായിട്ടാണ് എന്നെ അവരുപേക്ഷിച്ചത് എന്നുള്ള ചിന്ത ഒരുപക്ഷെ നിങ്ങളെ വേട്ടയാടിയേക്കാം. അത് കടുത്ത ഡിപ്രഷനിലേക്കോ ഉത്കണ്ഠയിലേക്കോ ഉറക്കമില്ലായ്മയിലേക്കോ ആത്മവിശ്വാസക്കുറവിലേക്കോ ഒക്കെ നിങ്ങളെ നയിക്കുകയും ചെയ്തേക്കാം. ഈ അവസ്ഥയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വെറുതെ നിൽക്കരുത്. ഒരുപക്ഷെ എത്രമാത്രം മനക്കരുത്തുള്ള എത്രമാത്രം അറിവുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ സാഹചര്യത്തിൽ അതിന് സാധിച്ചു എന്ന് വരില്ല.
ഈ അവസ്ഥയിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതുണ്ട്. ഇത്തരം ട്രോമകളിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ ഒരു കൗൺസിലിങ്ങോ തെറാപ്പിയോ ഒക്കെ നിങ്ങളെ വളരെ വലിയ രീതിയിൽ തന്നെ സഹായിക്കും. ഈ വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ്. ഒരു പ്രൊഫഷണൽ എന്ന വിധത്തിൽ ഈ മാനസിക സംഘർഷങ്ങളെ മറികടക്കാനും നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തെ വീണ്ടെടുത്ത് ജീവിതം തിരികെ പിടിക്കാനും ആവശ്യമായിട്ടുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോയിൻമെൻറ്റുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അന്തിമമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. രഹസ്യങ്ങൾക്ക് മുകളിലെ കെട്ടിപ്പടുക്കുന്ന സന്തോഷങ്ങൾക്ക് പലപ്പോഴും വളരെ ചെറിയ ആയുസ്സേ ഉണ്ടാകൂ എന്നുള്ളത്. സ്വന്തം ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ലോകത്തിലെ മറ്റൊരു ബന്ധവും. തകർന്നുപോയ ബന്ധങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കാതെ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന, ഒളിച്ചു വയ്ക്കേണ്ടതില്ലാത്ത യഥാർത്ഥ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. ഒരുപക്ഷെ അവർക്ക് വളരെ വലിയൊരു ആശ്വാസത്തിന് അത് കാരണമായേക്കാം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.